ഇന്നെൻ്റെ ലൈഫിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നേ. ആ ബ്ലെസ്സിങ് തുടങ്ങുന്നത് ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 സോൾസിനെ പരിചയപ്പെട്ടുകൊണ്ടാണ്. ഫസ്റ്റ് വൺ വാസ് നിതിൻ ചേട്ടായി ആൻഡ് ദ സെക്കൻഡ് പേഴ്സൺ വാസ് ഗ്രേഷ്യസ് ചേട്ടായി. വേറൊന്നുമല്ല, ഇന്ന് ഞാൻ ഒരു ധന്യൻ പദവി പ്രഖ്യാപനം കാണാൻ പോവാണ്. പിന്നെയുള്ളൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്യാനായി പോവാണ്. മറ്റാർക്കും വേണ്ടിയിട്ടല്ല, നമ്മുടെ ശാലോം ന്യൂസിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ശാലോം ന്യൂസിൻ്റെ ക്രൂ ആണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ചേട്ടായിമാർ. ധന്യനായിട്ട് ഇന്ന് വാഴ്ത്തപ്പെട്ട തിയോഫിനസിൻ്റെ ജീവചരിത്രമൊക്കെ ഞാനിങ്ങനെ വായിച്ചപ്പോൾ എന്ത് അടിപൊളിയായിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരും ജീവിക്കുന്നത്, അല്ലേ? നമ്മുടെ അതേ ജീവിത സാഹചര്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ അതേ വിശ്വാസ ബാക്ക്ഗ്രൗണ്ടുകളും എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തി. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ കണ്ടപ്പോൾ ഏത് രീതിയിലാണ് ഓരോരുത്തരുടെ ലൈഫ് മാറുന്നത്. അച്ഛൻ പ്രവർത്തിച്ച ഓരോ അത്ഭുതങ്ങളും അച്ഛൻ്റെ മാധ്യസ്ഥതയിൽ നടന്ന ഒരുപാട് അടയാളങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കിങ്ങനെ ഗൂസ് ബംസ് വരുമായിരുന്നു. എന്നെ ഇന്ന് മൊത്തം അലട്ടിയ ഒരു ചിന്തയും അതായിരുന്നു. എൻ്റെ ചുറ്റുമുള്ളവർക്ക് വിശുദ്ധരാവാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിനക്കുമൊക്കെ വിശുദ്ധരായിക്കൂടാ? ഇന്ന് ബ്ലെസ്സിങ് ആണെന്ന് പറയാൻ മറ്റു കാരണങ്ങളും ഉണ്ട്. ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഫാദർ ബോബി ജോസ് കട്ടിക്കാട്, ദേവസി അച്ഛൻ, അതുപോലെ കെസ്റ്റർ, അങ്ങനെയുള്ള ഒത്തിരി പേര്, പിന്നെ ഒത്തിരി പിതാക്കന്മാർ, അവരോടൊക്കെ എനിക്ക് ചിലരെയൊക്കെ കാണാനും സംസാരിക്കാനും ഒക്കെ എന്നെക്കൊണ്ട് സാധിച്ചു. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല. കർത്താവ് എന്നെ എന്തുകൊണ്ട് അവിടെ പ്ലേസ് ചെയ്തു എന്നും എനിക്കറിയില്ല. പക്ഷേ ഹിസ് പ്ലാൻ ഇസ് ഓൾവേസ് ബ്യൂട്ടിഫുൾ ആൻഡ് ദൈവകൃപയാൽ മാത്രമാണ് ഇന്നെനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയത്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞങ്ങൾ എന്നിട്ട് പിന്നെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് എന്നെ കുസാറ്റിലിറക്കി അവർ ഓഫീസിലേക്ക് പോയി. അപ്പോൾ എനിക്കും നിനക്കും ഒരു വിശുദ്ധനാവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ഗോഡ്.